പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. പ്രിയപ്പെട്ട മക്കളെ, നിങ്ങളെല്ലാവരെയും ഡെയിലി ഡെലിവറൻസ് പ്രാർത്ഥനയിലേക്ക് ഒത്തിരി സ്നേഹത്തോടെ നിങ്ങളെ ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. കർത്താവിൻ്റെ ആത്മാവ്, ദൈവത്തിൻ്റെ ആത്മാവ്, യേശുവിൻ്റെ ആത്മാവ്, സഭയെ ശക്തിപ്പെടുത്തിയ ആത്മാവ്, സഭയെ വിശുദ്ധീകരിച്ച ആത്മാവ് നിങ്ങളുടെ മേൽ, എല്ലാവരുടെ മേൽ വന്ന് ആവസിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങളെ ബന്ധിച്ചിരിക്കുന്ന, നിങ്ങളെ സങ്കടപ്പെടുത്തുന്ന, നിങ്ങളെ കുരുക്കിലാക്കുന്ന, നിങ്ങളെ നിരാശപ്പെടുത്തുന്ന, നിങ്ങൾക്ക് ആദിവ്യാധികളുണ്ടാക്കുന്ന, നിങ്ങളെ മേൽഗതി വരാതെ നിങ്ങളെ ബന്ധിക്കുന്ന ദുരാത്മാക്കൾ, ഭിന്നതയുടെ, കലഹത്തിൻ്റെ, സമ്പത്തിൻ്റെ മേൽ, കുടുംബത്തിൻ്റെ മേൽ വസിക്കുന്ന എല്ലാ ദുരാത്മാക്കളും ദുഷ്ടാരൂപികളും നിങ്ങളിൽ നിന്ന് പൂർണ്ണമായി വിട്ടുമാറട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുക. ഒരു മകൻ എനിക്ക് എഴുതിയിരിക്കുന്ന, അച്ഛാ 46 വർഷമായി ബിസിനസ് നടത്തുന്നു, ഇന്ന് വീട് വെക്കാനോ സ്വന്തം സ്ഥലം വാങ്ങാനോ സാധിച്ചിട്ടില്ല. അങ്ങനെ എത്രയോ കുടുംബങ്ങൾ സ്വന്തമായിട്ട് ഭവനമില്ല, ബിസിനസ് ചെയ്തിട്ട് പുരോഗതിയില്ല, സാമ്പത്തികമായ വളർച്ചയില്ല. ഒരു അമ്മ എന്നെ നിലവിളിച്ച് പറഞ്ഞ, അച്ഛൻ്റെ മകളുടെ കല്യാണം, അത്യാവശ്യം സമ്പത്തുണ്ട്, അത്യാവശ്യം സൗന്ദര്യമുണ്ട്, അത്യാവശ്യം ജോലിയുണ്ട്, എന്നിട്ട് എൻ്റെ മകളുടെ കല്യാണം നടക്കുന്നില്ല അച്ഛ. പ്രിയപ്പെട്ടവർ, ഇത് ഒരു നിസാരമായ കാര്യമായി നമുക്ക് തള്ളിക്കളയാൻ പറ്റുന്നില്ല. ആ ഭവനങ്ങൾ, ആ വ്യക്തികൾ പ്രാർത്ഥനാ സഹായം തേടി വിളിക്കുന്നത് അവരെ എന്തോ ഒന്ന് ബന്ധിച്ചിട്ടിരിക്കുന്നതുകൊണ്ടാണ്. അവരെ വളരാൻ, അവർക്ക് ഉയരാൻ, അവർക്ക് ശക്തി പ്രാപിക്കാൻ, അവർക്ക് കൃപകൾ കിട്ടാൻ, വരങ്ങൾ കിട്ടാൻ, ദൈവാനുഗ്രഹം കിട്ടാൻ എന്തൊക്കെയോ തടസ്സങ്ങൾ നേരിടുക. ഒരു അത്ഭുതം എന്ന് പറയട്ടെ, ഇതേപോലെ തന്നെ വേറൊരു കത്തും, അതിങ്ങനെയാണ്. 45 വർഷമാണ് നേരത്തെ ഞാൻ വായിച്ചത്, 46 വർഷമാണെങ്കിൽ വേറൊരു കത്ത് കിട്ടിയ. 45 വർഷമായി കടബാധ്യതകൾ ഞങ്ങളിൽ നിന്ന് മാറുന്നില്ല. ഞങ്ങൾക്ക് പിതാവിനെ നഷ്ടപ്പെട്ട് തുടർച്ചയായി പണം ബാങ്ക് വഴി കടമെടുത്ത് മക്കളുടെ പഠനവും ബാധ്യതകളൊക്കെ തീർക്കാൻ ശ്രമിച്ചു. ഞങ്ങളിപ്പോഴും 45 വർഷമായിട്ട് ഒരു കുടുംബം കടക്കെണിയിലാണ്. അങ്ങനെ എത്രയോ കുടുംബങ്ങൾ കടക്കെണിയിലാണ്. ആധാരം ബാങ്കിൽ, ആധാരം മറ്റുള്ളവരുടെ കയ്യിൽ. ചിലർക്ക് വീട്ടിൽ നിൽക്കാൻ പറ്റില്ല, കാരണം കടക്കാർ വീട്ടിൽ വന്ന് ഉപദ്രവിക്കുകയോ ചീത്ത പറയുകയോ ചെയ്യാം. അതിനിടയിൽ വരുന്ന രോഗങ്ങൾ, സ്ട്രോക്ക്, ടെൻഷൻ, വിഷാദ രോഗം, അപകടങ്ങൾ, നോക്കിക്കേ, അവർക്ക് അവിടെ പിടിച്ചു നിൽക്കാൻ പറ്റുന്നില്ല. കുടുംബാംഗങ്ങളിൽ നിന്ന് വരെ കടമെടുത്ത് വിഷമിക്കുന്ന മക്കൾ. വേറൊരു കുടുംബം പ്രാർത്ഥനാ സഹായം തേടിയത് അവരുടെ 12 പവൻ സ്വർണം അവരുടെ ബന്ധു നാളെ തരാമെന്ന് പറഞ്ഞ് വാങ്ങിച്ച് പിന്നീട് ചോദിക്കുമ്പോൾ ബോധപൂർവം വഴക്കുണ്ടാക്കി, ബോധപൂർവം തല്ലുണ്ടാക്കി, ബോധപൂർവം മിണ്ടാതെ നടന്ന് അത് കൊടുക്കുന്നില്ല. കഴിഞ്ഞ ദിവസങ്ങളിൽ അനവധി പേര് എന്ന് പറഞ്ഞാൽ, അച്ഛാ ഞങ്ങൾക്ക് ഇങ്ങോട്ട് പണം കിട്ടാനുണ്ട്, പക്ഷെ അതിങ്ങനെ ബന്ധിക്കപ്പെട്ട് കിടക്കുക, തടസ്സപ്പെട്ട് കിടക്കുക. വീടില്ല, പറമ്പ് കച്ചവടം നടക്കുന്നില്ല, മകൻ്റെ പഠനം ബന്ധിക്കപ്പെട്ട് കിടക്കുന്നു, മകളുടെ പഠനം ബന്ധിക്കപ്പെട്ട് കിടക്കുന്നു, കല്യാണം ബന്ധിക്കപ്പെട്ട് കിടക്കുന്നു, വിസ ബന്ധിക്കപ്പെട്ട് കിടക്കുന്നു. ഒരു മകൻ പറഞ്ഞത് അവൻ്റെ പെങ്ങളുടെ കാര്യമാണ്. അവനിങ്ങനെ പറഞ്ഞു, അച്ഛൻ എൻ്റെ പെങ്ങള് പഠിക്കാൻ നല്ല മിടുക്കിയ, അവള് ലണ്ടനിൽ പോയി എല്ലാ പരീക്ഷകളും പാസ്സായി. ഇതാ ഇങ്ങനെ അവൾക്ക് PR കിട്ടുക, അല്ലെങ്കിൽ ജോലി, പെർമനന്റ് ജോലി കിട്ടാനായിട്ട് പോകുന്നെന്ന് ആ ചുണ്ടിന് കപ്പിനിടയിൽ വന്നപ്പോൾ അവിടെ ഗവൺമെന്റ് പറഞ്ഞു, നിങ്ങൾക്ക് തരാൻ പറ്റില്ല, വേഗം വീട്ടിൽ പോയിക്കോളാൻ പറഞ്ഞു. അവൻ പറയാം, അച്ഛാ ഇത് ഒരു കാര്യമാണെങ്കിൽ ഇതൊരു സാധാരണ കാര്യമായിട്ട് കരുതാം,
എൻ്റെ വീടിനെ നിരന്തരം ഇങ്ങനെ ഈ ഒരു തടസ്സം കൊണ്ടുവരുന്നു എന്ന് തെളിവെന്ന് പറയുന്നത്, എൻ്റെ പെങ്ങള് വേറെ പല സ്ഥലങ്ങളിലും പോയി. ഒമാനിൽ പോയി, കുവൈറ്റിൽ പോയി, ദുബായിൽ പോയി. അവിടെ എല്ലാ പരീക്ഷകളെല്ലാം ഏറ്റവും നന്നായിട്ട് പാസ്സാകും. എന്നാൽ ജോലി കിട്ടാനായിട്ട് ഇങ്ങോട്ട് വരുമ്പോൾ പെട്ടെന്ന് അത് കിട്ടാതെയാകും. അപ്പം മോൻ പറഞ്ഞു, അച്ഛാ, ഇത്രയും നാളെ ഞാൻ അതിലൊന്നും വിശ്വസിച്ചിരുന്നതല്ല. പക്ഷെ ഞങ്ങളുടെ കുടുംബങ്ങള്, എൻ്റെ സഹോദരങ്ങള് രക്ഷപ്പെടാൻ പാടില്ല എന്ന് ബോധപൂർവം പരിശ്രമിക്കുന്ന ഒരു അജ്ഞാത ശക്തി ഉണ്ട് എന്ന് ഞാൻ കരുതുക. വേറൊരു അസാധാരണമായൊരു കാര്യം പറഞ്ഞ ഒരു മകൻ മംഗലാപുരത്ത് നിന്നാണ് വന്നത്. അയാൾ പറയാം, അയാൾ അധ്വാനിക്കുന്നൊരു മനുഷ്യനാണ്. അദ്ദേഹത്തിന് ഒരു ഫാമുണ്ട്. ഈ ഫാമിൽ ധാരാളം പശുക്കളുണ്ട്. കഴിഞ്ഞ 2-3 ആഴ്ചകളായിട്ട് ഒരു അസാധാരണ പ്രതിഭാസങ്ങൾ ആ ഫാമിൽ നടക്കുന്നു. വേറെ കുറേ കാര്യങ്ങൾ പറഞ്ഞു. അതായത് അവിടെ ഇങ്ങനെ അസാധാരണ സ്വരം കേൾക്കുന്നു, ചില വ്യക്തികളുടെ സാന്നിധ്യം അവർക്ക് ഫീൽ ചെയ്യുന്നു. അതുകൊണ്ട് പണിക്കാരൊക്കെ നിർത്തിയിട്ട് പോകുന്നു. അവസാനം ഒരു ധൈര്യമുള്ള ഒരാൾ വന്ന് പറഞ്ഞു, ഞാൻ നിന്നോളാം. അച്ഛാ, ഇപ്പം അയാളും പറയുകയാണ് അയാൾക്ക് അവിടെ നിൽക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. അതിലും അതിഭീകരമായിട്ടുള്ള ഒരു ദുരവസ്ഥ കുടുംബത്തിനെന്ന് പറയുന്നത്, ഈ പാല് കൊടുക്കുന്ന സ്ഥലത്ത് ഇത് കൊണ്ടുപോകുമ്പോൾ നല്ല പാല് അവിടെ ചെന്ന് വിൽക്കാൻ നോക്കുമ്പോൾ പാല് കേടായിരിക്കുന്നു. അപ്പം അവർ പറയും, ഈ പാല് വേണ്ട, കൊണ്ടുപോയ വണ്ടി തന്നെ തിരികെ കൊണ്ടുവരും. എന്നാൽ ഇത് വീട്ടിലെത്തുമ്പോഴോ ഇത് പാലിനൊരു കുഴപ്പമില്ല. അപ്പം ഇത് ആ ഒരു മകൻ പറഞ്ഞ, അച്ഛാ, ഇത് ഇങ്ങനെ എന്തോ ഒന്ന് കഴിഞ്ഞ 2-3 ആഴ്ചകളായിട്ട് എൻ്റെ കുടുംബത്തെ പിന്തുടരുന്ന് ഞങ്ങളെ തകർക്കാൻ നോക്കുന്നു. ഫാദർ ഗബ്രിയേൽ ആമോർട്ട് ഇങ്ങനെ പറയാറുണ്ട്, സാത്താൻ വരുന്നത് പ്രധാനമായിട്ട് 3 കാര്യങ്ങൾക്കാണ്. ഒന്ന്, നിന്റെ സമ്പത്ത് തകർക്കുക, നിന്റെ ആരോഗ്യം തകർക്കുക, നിന്റെ കുടുംബത്തെ തകർക്കുക. ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ അനവധി പേര് പറഞ്ഞു, അച്ഛാ, സാത്താൻ ഞങ്ങളുടെ കുടുംബത്തെ ആക്രമിച്ചു കഴിഞ്ഞിരിക്കുന്നു. അതായത് ഒരു മകൻ കഴിഞ്ഞ ദിവസം വീണ്ടും വന്നൊരു കേസാ. കഷ്ടപ്പെട്ട് തൻ്റെ ഭാര്യയെ വിദേശത്തേക്ക് അയച്ചു. വളരെ നല്ല കുടുംബമായിരുന്നു. എന്നാൽ സാത്താനെ തുടക്കത്തിൽ തടയണം. അവിടെ ചെല്ലുമ്പോഴും മൊബൈൽ ഫോണൊക്കെ ഉപയോഗിച്ച് കഴിഞ്ഞപ്പോൾ തെറ്റായ ദുരാത്മാവ്, ജഡികാസക്തിയുടെ ദുരാത്മാവ്, കുടുംബത്തെ തകർക്കുന്ന ദുരാത്മാവ്, അസ്മേദേവസ് എന്ന ദുഷ്ടപിശാച് പതുക്കെ 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 അവരുടെ കുടുംബജീവിതത്തിലേക്ക് കടന്നു വന്നു. ഇപ്പൊ അപ്പനും മക്കളും വന്ന് നിലവിളിച്ച് പറഞ്ഞത്, അച്ഛ, മക്കള് തിരിച്ചറിവുള്ള മക്കളാ. ആ മക്കളും വന്ന് പറഞ്ഞു, അച്ഛാ, ഇപ്പൊ ഞങ്ങൾക്ക്, ഞങ്ങളുടെ അമ്മയ്ക്ക് ഞങ്ങളെ വേണ്ട, നമ്മുടെ കുടുംബത്തെ വേണ്ട, ഞങ്ങൾ വിളിച്ചെടുക്കില്ല. നോക്കിക്കേ, സാത്താൻ അവരുടെ അടുത്ത് കയറി അവരിങ്ങനെ അവരുടെ മേൽ ആവസിച്ച് അവരുടെ കണ്ണുകളെയും ബുദ്ധിയെയും അവരുടെ വിശുദ്ധിയെയും അവരുടെ ശരീരത്തെ ബന്ധിച്ചിരിക്കുക. ആ വ്യക്തിയെ മാത്രമല്ല, ഈ കുടുംബവും ബന്ധിക്കപ്പെട്ടിരിക്കുക. ഇപ്പൊ ഈ ഡെയിലി ഡെലിവറൻസ് പ്രാർത്ഥന, ചില കുറെ കാര്യങ്ങൾ പറയാം. ഡെയിലി ഡെലിവറൻസ് പ്രാർത്ഥന എന്ന് പറയുന്നത് ഇത്തരത്തിലുള്ള അസാധാരണമായ തൊഴിലിൻ്റെ മേലുള്ള ബന്ധനങ്ങൾ, മക്കളുടെ മേലുള്ള ബന്ധനങ്ങൾ, കുടുംബത്തിൻ്റെ മേലുള്ള ബന്ധനങ്ങൾ, ജോലിയുടെ മേലുള്ള ബന്ധനങ്ങൾ, ജോലി സ്ഥലത്തുള്ള ബന്ധനങ്ങൾ, ആ തൊഴിൽ മേഖലയിലെ ബന്ധനങ്ങൾ, പറമ്പിൻ്റെ കച്ചവടം നടക്കാതിരിക്കാനുള്ള ബന്ധനങ്ങൾ. ഇതൊക്കെ ബന്ധിക്കാനും ബഹിഷ്കരിക്കാനും ഉള്ളതാണ് ഈ പ്രാർത്ഥന. ഒരുപാട് വചനപ്രഘോഷകരുണ്ട്. ഓരോ വചനപ്രഘോഷകർക്കും കർത്താവ് ഓരോ ക്യാരിസങ്ങൾ കൊടുത്തിട്ടുണ്ട്, ഓരോ വരങ്ങൾ കൊടുത്തിട്ടുണ്ട്, കൃപകൾ കൊടുത്തിട്ടുണ്ട്. ഇപ്പൊ നായിക്കാമ്പറമ്പിൽ അച്ഛനാണെങ്കിൽ രോഗശാന്തിയുടെ വരമാണ്. എൻ്റെ പൗരോഹിത്യത്തിൻ്റെ ആരംഭം മുതൽ ഞാൻ തിരിച്ചറിഞ്ഞ ഒരു പ്രതിഭാസം എന്ന് പറയുന്നത്, കർത്താവായ യേശുവിൻ്റെ അധികാരമുള്ള നാമത്താൽ
സാത്താനെ ബന്ധിക്കാൻ. അല്ലെങ്കിൽ in the name of my priesthood, I command every spirit of evil to depart from this family എന്ന് പറയുമ്പോൾ അനവധി പേര് യൂട്യൂബിലൂടെ വാട്സപ്പിലൂടെ വിളിച്ചും വന്നും നന്ദി പറയാറുണ്ട്. അച്ഛാ, കർത്താവായ യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിച്ചപ്പോൾ എൻ്റെ മകൻ ജർമ്മൻ പരീക്ഷ പാസ്സായി, എൻ്റെ മകന് ജോലി കിട്ടി, എൻ്റെ കുടുംബത്തിലെ കലഹം മാറി, ഞങ്ങളുടെ സ്ഥലക്കച്ചവടം നടന്നു, ഞങ്ങളുടെ സാമ്പത്തിക ബന്ധനം മാറി, ഞങ്ങളുടെ രോഗം മാറി. അങ്ങനെ എത്രയോ സാക്ഷ്യങ്ങളാ. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് പ്രിയപ്പെട്ട മക്കളെ, വിശ്വാസത്തോടെ ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുക. ഇത് കർത്താവ് ഒരുക്കിയ പ്രാർത്ഥനയാണ്. ഇതൊരു വലിയ അഭിഷേകത്തിൻ്റെ പ്രാർത്ഥനയാണ്. ഇത് കേൾക്കുമ്പോൾ തന്നെ നിങ്ങളുടെ വീട്, പറമ്പ്, വസ്തുവകളെല്ലാം മിഗേൽ മാലാഖ, ഡെലിവറൻസിൻ്റെ ദൂതൻ നിങ്ങളുടെ വസ്തുവകൾക്ക് കാവലുണ്ടാവും. ക്ഷുദ്രജീവികളിൽ നിന്നും, ക്ഷുദ്രക്രിയകളിൽ നിന്നും, ആഭിചാരങ്ങളിൽ നിന്നും, സാത്താൻ സേവകളിൽ നിന്നൊക്കെ നിങ്ങളെ രക്ഷിക്കാനായി ആ ദൈവം നിങ്ങളുടെ കൂടെ ഉണ്ടാവും. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പ്രിയപ്പെട്ട മക്കളെ, നമുക്കിന്ന് കിട്ടിയ ദൈവത്തിൻ്റെ വചനം ഇന്ന് യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 48-ാമത്തെ അധ്യായം 17-ാമത്തെ തിരുവചനം. പ്രൈസ് ദ ലോർഡ്. ഈ ഓരോ ദിവസവും നമുക്ക് നൽകുന്ന ദൈവത്തിൻ്റെ വചനം, ഇന്നേ ദിവസം നിങ്ങൾക്ക് വേണ്ട ആ ഡെലിവറൻസ്, വിമോചനത്തിനായി നിരന്തരം ഉരുവിട്ട് ധ്യാനിച്ച് പ്രാർത്ഥിക്കുക. വചനം പറയുന്നു കേട്ടോ, നിന്റെ വിമോചകനും ദൈവമാണ് നമ്മുടെ വിമോചകൻ. ജസുവേൽ നോസ്ത്ര ലിബറത്തോറെ, ജസുവേൽ നോസ്ത്ര ലിബറത്തോറെ. കർത്താവാണ് നമ്മുടെ വിമോചകൻ. ഇസ്രയേലിന്റെ പരിശുദ്ധനായ കർത്താവ് അരുളി ചെയ്യുന്നു, നിനക്ക് നന്മയായിട്ടുള്ളത് പഠിപ്പിക്കുകയും നീ പോകേണ്ട വഴിയിലൂടെ നിന്നെ നയിക്കുകയും ചെയ്യുന്ന നിന്റെ ദൈവമായ കർത്താവാണ് ഞാൻ. നിന്നെ സംരക്ഷിക്കുന്നവനാണ് ഞാൻ. നിന്റെ പിശാചുക്കളിൽ നിന്ന് നിന്റെ ജീവിതത്തെ മോചിപ്പിക്കുന്നവനാണ് ഞാൻ. ആ വചനം ഒന്ന് ഉരുവിട്ടെ മക്കളെ. നിന്റെ വിമോചകനും ഇസ്രയേലിന്റെ പരിശുദ്ധനുമായ കർത്താവ് അരുളി ചെയ്യുന്നത്, നിനക്ക് നന്മയായിട്ടുള്ളത് പഠിപ്പിക്കുകയും, അതായത് തിന്മയുടെ വഴികളിൽ നിന്ന് മാറി നന്മ തിരഞ്ഞെടുക്കുവാനും നീ പോകേണ്ട വഴിയിലൂടെ നിന്നെ നയിക്കുകയും ചെയ്യുന്ന നിന്റെ ദൈവമായ കർത്താവാണ് ഞാൻ. ഈ ഒരൊറ്റ വചനം മതി ഇന്ന് നിങ്ങള് വിടുതൽ പ്രാപിക്കാൻ, മോചനം പ്രാപിക്കാൻ, സൗഖ്യം പ്രാപിക്കാൻ, രക്ഷ പ്രാപിക്കാൻ. പ്രിയപ്പെട്ട മക്കളെ, പരിശുദ്ധാത്മനെ വിളിച്ച് സ്തുതിച്ച് ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. പൈശാചിക ശക്തികളെ, സാത്താൻ ശക്തികളെ, തിന്മ ശക്തികളെ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ എൻ്റെ പൗരോഹിത്യം ഉപയോഗിച്ച് നിങ്ങളെ കത്തിച്ച് ചാമ്പലാക്കി ഈ ദൈവജനത്തിൽ നിന്നുള്ള അവരുടെ മേലുള്ള ബന്ധനങ്ങൾ, കെട്ടുകളും അഴിച്ച് ഈ ദൈവജനത്തിന് വിടുതൽ നൽകി ദൈവശക്തിയും അഭിഷേകവും സൗഖ്യം പ്രദാനം ചെയ്ത് ദൈവമക്കളുടെ സ്വാതന്ത്ര്യം അനുഭവിക്കാനുള്ള കൃപ നൽകുന്ന തിരുരക്തം യേശുവേ ഈ മക്കളുടെ മേൽ ഒഴുക്കണമേ. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 4-ാം അധ്യായം 10-ാം തിരുവചനം, സാത്താനെ ദൂരെ പോവുക എന്ന യേശു വചനത്താൽ നരകസർപ്പമേ നിന്നോട് കൽപ്പിക്കുന്നു, കാൽവരിയിലെ കുരിശിൻ ചുവട്ടിലേക്ക് മടങ്ങിപ്പോവുക, നിത്യപാതാളത്തിലേക്ക് നീ പലായനം ചെയ്യുക. ഇനിമേൽ ഈ മക്കളുടെ മേൽ ഒരധികാരവുമില്ല, അവകാശവുമില്ല, ആധിപത്യവുമില്ല. യേശുവാണ് ഈ മക്കളുടെ നാഥനും രക്ഷകനും
ഏക ദൈവവുമെന്ന് വിശ്വസിക്കുന്നു, ഏറ്റുപറയുന്നു, ആവർത്തിച്ച് പ്രഖ്യാപിക്കുന്നു. ഈ മക്കളുടെ സമ്പത്ത് തട്ടിയെടുത്തിട്ടുള്ള നാരക ശക്തികൾ തകർക്കപ്പെടട്ടെ. ഈ മക്കളുടെ ജീവിതത്തിന് തടസ്സം നിൽക്കുന്ന അന്ധകാര ശക്തികൾ, കുടുംബം തകർക്കുന്ന തിന്മയുടെ അരൂപികൾ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ബന്ധിക്കപ്പെടട്ടെ. യേശുവേ, അങ്ങയുടെ തിരുരക്തക്കോട്ട, പരിശുദ്ധാത്മാവിന്റെ അഗ്നിക്കോട്ട, വിശുദ്ധ ദൂതന്മാരുടെ സംരക്ഷണക്കോട്ട, വിശുദ്ധാത്മാക്കളുടെ ശക്തിക്കോട്ട ഈ മക്കൾക്ക് ലഭിക്കട്ടെ, ലഭിക്കട്ടെ, ലഭിക്കട്ടെ. ഈ വചനം കൂടുന്ന വ്യക്തികൾ, അവർ താമസിക്കുന്ന വസ്തുക്കൾ, സ്ഥലങ്ങൾ, ഹല്ലേലൂയ, ഹല്ലേലൂയ, അനുഗ്രഹിക്കപ്പെടട്ടെ. ഇവരുടെ വസ്തുവകകളോ സ്ഥലങ്ങളോ സമ്പത്തോ കൗശലപൂർവ്വം പ്രലോഭനങ്ങളിലൂടെ തട്ടിയെടുത്തിട്ടുള്ള എല്ലാവിധ നാരകീയ അന്ധകാര സാത്താൻ ശക്തികളെ യേശുവിന്റെ നാമത്തിൽ ബന്ധിക്കുന്നു. മദ്യപാനത്തിന്റെ, ലഹരിയുടെ, ആഭിചാരത്തിന്റെ, തിന്മയുടെ, കൊടുത്തരങ്ങളുടെ, മയക്കുമരുന്നിന്റെ എല്ലാ ശക്തികളെയും ബന്ധിക്കുന്നു, ശാസിക്കുന്നു, ബഹിഷ്കരിക്കുന്നു. സ്തുതിച്ചേ മക്കളെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അത്ഭുതകരമായ വിടുതൽ ഈ ദൈവജനത്തിന് ലഭിക്കട്ടെ. ആമേൻ. പ്രിയപ്പെട്ട മക്കളെ, ചൊവ്വാഴ്ച ദിവസം വലിയ അനോയിന്റിംഗ് ആണ് ഇപ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അടുത്ത ചൊവ്വാഴ്ച, എൻ്റെ പിന്നത്തെ ചൊവ്വാഴ്ചയും നിങ്ങൾക്കറിയാം, ഞാൻ 29-ാം തീയതി മലേഷ്യയിലേക്ക് പോവുകയാണ്. തിരികെ വരുന്നത് അവിടുന്ന് 6-ാം തീയതി വൈകുന്നേരം പോരും. 29 മുതൽ 3-ാം തീയതി വരെ അച്ഛൻ അവിടെ ഒരു വചന പ്രഘോഷകരുടെ കൺവെൻഷനാണ്, ഒരു വലിയ കോൺഫറൻസാണ്. തുടർന്ന് 4, 5, 6 തീയതികളിൽ കൊലാലംപൂരിലുണ്ട്. നിങ്ങളുടെ ആരുടെയെങ്കിലും ബന്ധുക്കൾക്കോ നിങ്ങളുടെ മക്കൾക്കോ ഒന്ന് കാണാനും പ്രാർത്ഥിക്കാനും ആഗ്രഹമുണ്ടെങ്കിൽ അവർക്ക് താഴെ കാണുന്ന നമ്പറിൽ കോണ്ടാക്റ്റ് ചെയ്ത് വാട്സപ്പിൽ മെസ്സേജ് അയച്ചാൽ അങ്ങനെ അവർക്ക് കോണ്ടാക്റ്റ് ചെയ്യാൻ സാധിക്കും. കർത്താവായ യേശു നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. അപ്പോൾ ചൊവ്വാഴ്ച ദിവസങ്ങളിൽ ഇവിടെ ശുശ്രൂഷ ഉണ്ടായിരിക്കും. രാവിലെ 6:45 കുർബാന, തുടർന്ന് അന്തോനീസ്നാളിൻ്റെ നൊവേന, തുടർന്ന് 10:30 മണിക്ക് തുടർന്ന് ഈശോനെ എഴുന്നള്ളിച്ച് വെക്കും. 10:30 മണിക്ക് ചെറിയൊരു ശുശ്രൂഷ, 11 മണിക്ക് കുർബാന, അന്തോനീസ്നാളിൻ്റെ നൊവേന, വൈകുന്നേരം 5 മണിക്ക് ജപമാല, 5:30 മണിക്ക് കുർബാന, തുടർന്ന് 2 മണിക്കൂർ നീളുന്ന അതിശക്തമായ വചനപ്രഘോഷണവും ഡെലിവറൻസിൻ്റെ പ്രാർത്ഥനയും, 8 മണിക്ക് അന്തോനീസ്നാളിൻ്റെ നൊവേന, നേർച്ച ഭക്ഷണം. പ്രിയപ്പെട്ടവരെ, അടുത്ത 2 ചൊവ്വാഴ്ചകളിലും എൻ്റെ കൂടെ ശുശ്രൂഷ ചെയ്തിരുന്ന സിജു എന്ന് പറയുന്ന ഒരു യുവവൈദികനാണ് ശുശ്രൂഷകൾക്ക് നേതൃത്വം കൊടുക്കുന്നത്. അതിനുശേഷമുള്ള ചൊവ്വാഴ്ചയിൽ ഞാനുണ്ടാകും. 2 ചൊവ്വാഴ്ച മലേഷ്യയിലാണ്. അതിനുശേഷമുള്ള ചൊവ്വാഴ്ചയിൽ ഞാനിവിടെ ഉണ്ടാകും. അപ്പോൾ നിങ്ങൾ എൻ്റെ യാത്രയിൽ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. സർവശക്തനായ ദൈവം ഈ ശുശ്രൂഷ പങ്കെടുത്ത് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ആമേൻ.